ഹലോ ഫ്രണ്ട്സ്, മട്ടൺ പെപ്പർ ഫ്രൈ അല്ലെങ്കിൽ മട്ടൺ പെപ്പർ റോസ്റ്റ് വളരെ രുചികരമായും എളുപ്പത്തിലും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നമുക്ക് 2 ഉണക്കമുളക്, 1 ചെറിയ ടീസ്പൂൺ പെരിഞ്ജീരകം, 1 വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി, മീഡിയം സൈസ് ഇഞ്ചി ചെറുതാക്കിയത്, വെളുത്തുള്ളി വലുതാണെങ്കിൽ 2 ചേർക്കാം, ചെറുതാണെങ്കിൽ 3-4 ചേർക്കാം, 1 ചെറിയ ടീസ്പൂൺ കുരുമുളക്, മീഡിയം സൈസ്ഡ് പട്ട 1, 3 ഏലക്ക, 3 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇത് അരയ്ക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കണം. ഒരുപാട് അങ്ങനെ പേസ്റ്റ് പരുവം അരയ്ക്കേണ്ട, എന്നാൽ അത്യാവശ്യത്തിന് അരയുകയും ചെയ്യണം. ഏകദേശം 560 ഗ്രാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പീസാക്കി വെച്ചിട്ടുള്ള മട്ടൻ കഷ്ണത്തിലോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ മൂടി വെച്ച് വിസിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോ മട്ടൻ്റെ വേവും ഓരോ രീതിയിലായിരിക്കും. ചില മട്ടൻ കുറച്ചും കൂടെ പെട്ടെന്ന് വേഗം, ചിലത് കുറച്ചും കൂടെ കൂടുതൽ സമയമെടുക്കും. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ചിക്കനെ പോലെയല്ല മട്ടന് കുറച്ച് വേവുണ്ട്. അപ്പോൾ അതനുസരിച്ച് എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാനായിട്ട്. മട്ടൺ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടാണ് ഞാൻ വിസിലൂരി ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഒട്ടുപോലും വെള്ളമില്ല. പക്ഷേ എങ്ങാനും നിങ്ങൾ കുക്ക് ചെയ്യുമ്പം കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ തുറന്ന് വെച്ച് നിങ്ങൾക്കതിനെ ഡ്രൈ ആക്കി എടുക്കാം. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള മട്ടൺ പ്രിപ്പറേഷനാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയൊക്കെ വേണമെങ്കിൽ ആ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മറ്റൊരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി, 1 വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 2 വരെ ചേർക്കാം. ഇത് വളരെ ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. 3-4 മീഡിയം സൈസ് സവോളയാണ് നീളത്തിൽ അരിഞ്ഞത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. നിറയെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ സവോളയെ നല്ല ഗോൾഡൻ കളറാക്കി വഴച്ചെടുക്കാനായിട്ട്. ഒന്ന് നന്നായിട്ട് വാടിയെടുക്കണം, എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സവോള പെട്ടെന്നൊന്ന് ഇതുപോലെ കാരമലൈസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മട്ടൺ വേവിച്ചപ്പം അതിലോട്ട് ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ സവോള ആവശ്യത്തിന് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മട്ടൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള വളരെ ഈസി ആയിട്ടുള്ള മട്ടൺ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എന്ന് വളരെ എളുപ്പമാണ് അല്ലേ. അപ്പോൾ ഇതിലോട്ട് ധാരാളം കറിവേപ്പില വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.